മറ്റ് ഭാഷകളിലെ ആളുകൾ ചൂസ് ചെയ്യുക, അത് എപ്പോഴും സംഭവിക്കാറുണ്ട്. ഇപ്പം ഇവിടെ ഒരു സോങ്ങിന്റെ ക്ലിപ്പ് കണ്ടിട്ട് മിഷ്കിൻ വിളിക്കുന്നു, കോ കണ്ട് പ്രകാശ് ജ വിളിക്കുന്നു, അല്ലെങ്കിൽ തമിഴിലെ അഞ്ചാതയുടെ ഒരു ചെറിയ ഭാഗം കണ്ടുകൊണ്ട് വംശി വിളിക്കുന്നു. എപ്പോഴും ഒരു മറ്റ് ഭാഷകൾക്ക് കൂടി അപ്പീലിംഗ് ആയിട്ട് അഭിനയിക്കണം, അല്ലെങ്കിൽ മറ്റ് ഭാഷകളിലെ ആളുകളെ കൂടി ഇഷ്ടപ്പെടുത്തണം. മീൻസ് ടെക്നീഷ്യൻസിനെ ഞാൻ പറയുന്നത്, അവിടുത്തെ വലിയ ടെക്നീഷ്യൻസിനെ അങ്ങനെയും കൂടി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പെർഫോം ചെയ്യുമ്പോൾ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, എനിക്കെല്ലാം ഞാൻ ഭയങ്കര ഒരു ഭാഗ്യവാനായിരുന്നു എൻ്റെ തുടക്കം കരിയറിൽ തന്നെ. എനിക്ക് പ്രണയകാലം കിട്ടി. പ്രണയകാലത്തിലെ സോങ് കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ അഞ്ചാതിൽ മിഷ്കിൻ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് തിരുത്തുന്നൊരു സിനിമ ചെയ്തു. അതൊരു കോമഡി ബേസ്ഡ് പരിപാടിയായിരുന്നു. അപ്പൊ ആ രണ്ട് ക്യാരക്ടറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കോല ആ ഒരു ക്യാരക്ടർ എനിക്ക് ആൾ തന്നത്. ഹാരിസ് ജയരാജ് മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹത്തിനോട് സജസ്റ്റ് ചെയ്യുന്നത്, കെ വി ആനന്ദൻ. അതിനുശേഷം ഒരുപാട് ബാക്ക് ടു ബാക്ക് സിനിമകൾ തമിഴിൽ ഞാൻ ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോ സിനിമയാണ് എന്നെ അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ ഒട്ടും പ്രിപ്പയർ ആയി അല്ലെങ്കിൽ ആരെങ്കിലും പുറകെ പോയി ചാൻസ് ചോദിച്ച് നടക്കുക അങ്ങനെയൊന്നും ആയിരുന്നില്ല. ആ സമയത്ത് തുടക്കത്തിൽ ഞാൻ തൊടുന്നതെല്ലാം ഹിറ്റുകളായിരുന്നു ബാക്ക് ടു ബാക്ക്. ഇപ്പോൾ മാടമ്പി ആണെങ്കിലും പ്രണയകാലം, പ്രണയകാലത്തെ സോങ് ഭയങ്കര ഹിറ്റാണ്. പിന്നെ നമ്മുടെ കോ, അഞ്ചാതെ, തിരുത്തുറു ബാക്ക് ടു ബാക്ക് ഹിറ്റ്സുകളുടെ പെരുമഴയായിരുന്നു എൻ്റെ തുടക്കകാലത്തിലെ കരിയർ. പിന്നെ എനിക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. വേറെ ഒന്നുമല്ല, ഞാനൊരു മെഡിസിൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അത് തീർക്കാനായിട്ടും പിന്നെ പി ജിക്ക് പോകാനൊക്കെ ആയിട്ട് ഒരു 2-3 വർഷം ഒന്ന് മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ആ സമയത്തേക്ക് പുതിയ കുറേ ആൾക്കാർ വരികയും എനിക്കാണെങ്കിൽ അത് തീർക്കാൻ പറ്റാതെ സിനിമ തന്നെ വേണമെന്ന് ആശിപ്പിച്ച് തിരിച്ചു വരികയും ഇപ്പോൾ ഒരു ബാക്ക് ടു ബാക്ക് പരിപാടികളെ പിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അത് വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടുന്നത് തമിഴിലും തെലുങ്കിലും ഒക്കെയാണ്. മലയാളത്തിൽ എനിക്ക് ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ കൃത്യമായിട്ടുള്ള പ്രോജക്ട്സ് വരാത്തത് കൊണ്ട് തന്നെ ഒന്ന് മാറി നിൽക്കുന്നു, അത്ര തന്നെ. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ബുഡാപെസ്റ്റിലും ഇറ്റലിയിലും ഒക്കെ ഉക്രൈനിൽ പഠിക്കുന്ന കാലത്ത് മോഡലിംഗ് ചെയ്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസൈനർ ബ്രാൻഡ്സിന്റെ ഒക്കെ മോഡലായി റാമ്പിൽ നടന്നിരുന്ന ഒരു അജ്മൽ അമീർ ഉണ്ട്. അവിടുത്തെ ആളുകളുടെയൊക്കെ ആദ്യത്തെ പ്രിഫറൻസ് ആയിരുന്ന ഒരു മോഡൽ അജ്മൽ അമീർ ഉണ്ട്. പക്ഷെ അയാൾ കുറച്ചുകൂടി അവിടെ തന്നെ പിടിച്ചു നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ പി എസ് ബോസ്റ്റിനെ പോലെ അല്ലെങ്കിൽ നമുക്കുള്ള മിലിൻ സോമനെ ഒക്കെ പോലെ ഒരു വലിയ പേര് കേട്ട മോഡലാവാമായിരുന്നു. ഇപ്പോഴത്തെ ജീവിതാവസ്ഥയെ വെച്ച് നോക്കുമ്പോൾ പോലും സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ പ്രശസ്തിയുടെ അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ആസ് എ മോഡൽ ആ കരിയർ ചൂസ് ചെയ്യുകയാണെങ്കിൽ. കമ്പാരിറ്റീവ്ലി സിനിമയ്ക്ക് കൊടുക്കുന്ന ഈ ഫിസിക്കൽ എഫേർട്ടും കുറച്ച് കുറയുന്ന എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് എന്തോ ഒരിക്കലും അങ്ങനെ ചൂസ് ചെയ്യാതിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി എന്നുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമ അത് എത്രത്തോളം വർക്ക്ഔട്ടായി കൊണ്ടുപോകാമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞെങ്കിൽ. അപ്പോൾ ഒരു സാധാരണക്കാരനെ, ഒരു ഡോക്ടറിന്റെ ഒരു ജീവിതം മാത്രമായിരുന്നു ഞാൻ സ്വപ്നം കണ്ടത്. സിനിമ സ്വപ്നം കണ്ടിരുന്നു, അത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഒട്ടും കാര്യം അത്രത്തോളം സ്ട്രഗിൾ ചെയ്യണം നമുക്ക് സിനിമയിൽ വരാനും ലഭിക്കാനും. അത് കണ്ടിന്യൂ ചെയ്ത് പോകാന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു ലക്കും എല്ലാ കുറേ എലമെന്റ്സ് ചേരുമ്പോഴാണ് നമുക്കൊരു നല്ല നടനായിട്ട് മാറാൻ പറ്റുന്നതും. അത്രയും സപ്പോർട്ടായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി, ഒരു ആൾക്കാർ നമ്മുടെ കൂടെ വേണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ ഭാഗ്യവാനായിരുന്നു. ആദ്യം മുതലേ എനിക്ക് ഏറ്റവും വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയും ഏറ്റവും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെയും എൻ്റെ തുടക്കകാലത്ത് എനിക്ക് അഭിനയിക്കാൻ പറ്റി. ഇപ്പോൾ മലയാളത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുരളി ചേട്ടൻ, ബാലചന്ദ്ര മേനോൻ സർ, തിലകൻ സർ, സീമ മാം, അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റും, പിന്നെ ബാടബിൽ നോക്കുകയാണെങ്കിൽ ജഗതി ചേട്ടൻ, ഇന്നസെൻ്റ് ഏട്ടൻ, അങ്ങനെ ഞാൻ ലാലേട്ടൻ, എല്ലാവരും വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ എനിക്ക് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. തുടക്കത്തിൽ തന്നെ ദൈവം എന്നെ ഒരു സ്ഥലത്തേക്ക് മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് വേണ്ട ആഗ്രഹങ്ങളൊക്കെ എനിക്ക് കിട്ടി. പിന്നെ ആ ഒരു സമയം എനിക്ക് ഐ വാസ് സോ ഹാപ്പി അബൌട്ട് മോഡലിങ്ങിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. കാര്യം ആ ഒരു സമയത്ത് തമാശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കോളേജിലൊരു കോമ്പറ്റീഷൻ, ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ വിൻ ചെയ്തിട്ട് അവിടുത്തെ ഉക്രൈനിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലിംഗ് കോമ്പറ്റീഷൻ, ബ്ലാക്ക് പേൾ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലേക്ക് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്യുകയും, അപ്പം നമ്മളുടെ കളറൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഈ വെള്ള കളറൊന്നും ഇഷ്ടമല്ല. അപ്പം ഈ ഇന്ത്യൻസിൽ തന്നെ എല്ലാവരും പൊക്കം കുറഞ്ഞ ആൾക്കാരായിരുന്നു. അപ്പം ഞാൻ കുറച്ച് പൊക്കം ഉള്ളത് കൊണ്ടും ആ സമയത്ത് കുറേ ഡാൻസ് ഷോസ് ഒക്കെ ചെയ്യുമായിരുന്നു കോളേജിൽ ബേസ് ചെയ്തിട്ട്. അപ്പം അങ്ങനെ എനിക്ക് അതിലേക്ക് സെലക്ഷൻ കിട്ടി. അതിൽ മിസ്റ്റർ പേഴ്സണാലിറ്റി എന്നുള്ളൊരു സംഭവം, ഒരു ടൈറ്റിലും വിൻ ചെയ്തിട്ടാണ് ആ ഷോ ഞാൻ ഇറങ്ങുന്നത്. അപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഹിന്ദി സിനിമകളോടാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. കാര്യം മലയാളത്തിൽ ആ സമയത്തൊക്കെ ലാലേട്ടനും മമ്മൂക്കൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു സമയം. നമ്മൾ ഈ സ്റ്റബിൾസ് ഒക്കെ വെച്ചിട്ട്, എനിക്കാണെങ്കിൽ മീശയൊക്കെ വെച്ചിട്ട് അതൊന്നും ഇഷ്ടമല്ല. അപ്പൊ ആ ഒരു സമയത്ത് പൃഥ്വിയും ബാക്കി എല്ലാവരും ഒക്കെ മീശയൊക്കെ വെച്ചിട്ട് അഭിനയിക്കുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യമാണ് പ്രണയകാലത്തിലാണെങ്കിൽ സ്റ്റബിൾസ് വെച്ചിട്ട് അങ്ങനത്തെ ഒരു സ്റ്റാർ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഫേസിലൊരു സ്റ്റാർ ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നത്. ബട്ട് യു ലുക്ക് ലൈക്ക് പക്ക മല്ലു. അവരെന്നെ ഞാനേതോ നോർത്ത് ഇന്ത്യൻ ആണെന്നോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണെന്നോ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഞാൻ ഇവിടുത്തെ ആളായി മാടമ്പിയിലൊക്കെ അഭിനയിച്ച് തുടങ്ങുമ്പോഴാണ് എനിക്ക് പിന്നീട് മറ്റേ ഓഫേഴ്സ് വരുന്നത്, തമിഴിലും അവിടുന്ന് ഇവിടുന്നൊക്കെ.
എന്നെ വേണ്ട വിധത്തിൽ ആളുകൾ ഉപയോഗിക്കുന്നില്ല അങ്ങനെ വിഷമിക്കുന്ന ഒരു അജ്മൽ അമീർ ഛേ ഒരിക്കലും ഇല്ല. ഞാനിവിടെ ഉണ്ട്, ഞാനിങ്ങനെ സിനിമ ചെയ്ത ആളാണ്, ഒരുപാട് സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പൊ നമ്മള് ഞാൻ സത്യം പറഞ്ഞെങ്കിൽ ഇപ്പൊ റീസെന്റ് എന്തെങ്കിലും റീൽസ് എവിടെ നിന്നെങ്കിലും കാലത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ താഴെ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു, വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല, അണ്ടർ റേറ്റഡ് ആക്ടർ എന്നൊക്കെ. ചിലപ്പോ എല്ലാവരും അല്ല കേട്ടോ, വളരെ ചെറിയ ആൾക്കാർ. ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ടല്ലോ, ഐ മീൻ ഫാമിലി, മോർ പ്രിഫറൻസ് ഫോർ ദം. പിന്നെ ആ ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ, അപ്പൊ അങ്ങനത്തെ എല്ലാം കൂടി മിക്സപ്പ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു കരിയറിലെ ഒരു പീക്ക് വരെ പോയി നിന്ന ആളാണ് ഞാൻ. അതായത് ഏറ്റവും ടോപ്പിൽ വരെ പോയി. എനിക്ക് അതോടെ ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് നേടിക്കഴിഞ്ഞു. പിന്നീട് എനിക്ക് വേണ്ടത് ലീവ് ഫോർ ഫാമിലി എന്നുള്ള സാധനമാണ്. പക്ഷെ അങ്ങനെ ഞാൻ പോയപ്പോൾ പിന്നീട് എനിക്ക് ആ ഒരു സിനിമയിൽ കിട്ടിയ ആ ഒരു സന്തോഷം, ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു ഹൈ ഒന്നും സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് ഇതിൽ കിട്ടുന്നില്ലെന്നും ഇതിലെല്ലാം എൻ്റെ സിനിമ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. പിന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു രണ്ടാമത്തെ ഒരു റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ എനിക്ക് കിട്ടിയ സിനിമയാണ് ഇരുപക്കായിരം കൺകൾ, ദേവി 2, നെട്രിക്കൻ കഴിഞ്ഞപ്പോൾ വീണ്ടും പിന്നെയും സ്റ്റഡിയായി, വീണ്ടും ബാക്ക് ടു ബാക്ക് സിനിമാസ്, എല്ലാം വലിയ വലിയ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് സെലക്റ്റീവ് ആയെന്ന് മാത്രം, ചുമ്മാ വാരി വലിച്ച് ചെയ്യാതെ. ഇപ്പോൾ എനിക്ക് ലീഡ് റോൾസ് ചെയ്യണം എന്നുള്ളൊരു വാശിയിൽ നിൽക്കുന്ന ആളായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് മീറ്റി ആയിട്ടുള്ള ലീഡ് റോൾസ് വന്ന് എല്ലാം തന്നെ ഒരു അത്രയും ക്വാളിറ്റി ഇല്ലാത്ത സിനിമകളും അങ്ങനത്തെ ഫിലിം മേക്കേഴ്സും ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ വന്നതിൽ നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, വാരി വലിച്ച സിനിമ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള, അപ്പോൾ ഞാൻ മലയാളത്തിലും ചെയ്തു. മലയാളത്തിൽ ഞാൻ ഗോൾഡ് എന്നൊരു സിനിമ ചെയ്തു, അത് വളരെ ചെറിയ റോളാണ്. പിന്നെ വേറെ 10ാം വളവ് എന്നൊരു സിനിമ ഉണ്ട് ചെയ്തു, 10ാം വളവ്, ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് സിനിമകൾ മലയാളത്തിൽ ചെയ്തു. പക്ഷെ ആ സമയത്ത് അതേ സൈമിൾട്ടേനിയസ്ലി ഞാൻ തെലുങ്കില് രാം ഗോപാൽ വർമ്മ ഡയറക്ട് ചെയ്ത് വ്യൂഹം എന്നൊരു സിനിമ, അത് നമ്മുടെ അവിടുത്തെ CM ജഗൻമോഹൻ റെഡ്ഡിയുടെ കഥയായിരുന്നു. അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ലൈൻസും പരിപാടികളൊക്കെ ആയിരുന്നു. അത് ഏറ്റവും കൂടുതൽ എനിക്ക് വർക്കായി. എനിക്ക് വീണ്ടും അപ്പോൾ അവിടെ ഡബ് ചെയ്തിട്ട് വലിയ ഹിറ്റായിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് എന്നെ ആൾക്കാർ വീണ്ടും കണ്ട് വീണ്ടും എന്നെ ലിഫ്റ്റ് ചെയ്ത സിനിമയായിരുന്നു ആ സിനിമ വ്യൂഹം. നമുക്കറിയാം പേഴ്സണലി അജ്മൽ അമീർ വളരെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള, വളരെ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈ ബ്രൂട്ടാലിറ്റി ഓൺ സ്ക്രീനിൽ ചെയ്യുന്നുണ്ടല്ലോ, അപ്പുറത്ത് ഭയങ്കര വയലൻസ് കാണിക്കുന്നുണ്ടല്ലോ, ഇതെങ്ങനെ ഇമാജിൻ ചെയ്യാൻ സാധിക്കും? അതായത് അത്രയും അധികം ഫാമിലി ഓറിയന്റഡ് ആയിട്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ ആർട്ടിസ്റ്റിലേക്ക് മാറുമ്പോൾ, ഞാൻ പറഞ്ഞ സെറ്റ് ഓഫ് വില്ലൻ സിനിമകളുടെ കാര്യമായിട്ടാണ് പറയുന്നത്, അത് എളുപ്പമാണ് അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് സിങ്ക് ആവാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ക്യാമറയുടെ മുന്നിൽ നമുക്ക് ആരായിട്ടും ഈസിയായിട്ട് മാറാൻ പറ്റും. അത് മാത്രമല്ല, ഞാൻ ഒരുപാട് സിനിമ കാണുന്ന ആളാണ്. നമ്മൾ തമിഴും മലയാളവും തെലുങ്കും മാത്രമല്ല ഒരുപാട് പുറത്തുനിന്നുള്ള സിനിമകളും എല്ലാം കാണുന്ന ആളാണ്. അപ്പൊ അതിലുള്ള മാനറിസംസും ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഒരു സംഭവം ചെയ്യുമ്പോൾ നമുക്ക് അതാണ് ഇഷ്ടപ്പെടണം, ആ ഒരു ക്യാരക്ടർ നമുക്ക് ഇഷ്ടപ്പെടണം, കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസും ഇഷ്ടപ്പെടണം. നെറ്റ്ഫ്ലിക്സിലൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത സിനിമയാണ്. കാര്യം വേറെ ഒന്നുമല്ല, അതിലെ ടെക്നിക്കൽ ടീം എന്ന് പറഞ്ഞാൽ മിഠായി ആയിരുന്നു. ഐ മീൻ ക്യാമറാമാൻ, ഡയറക്ടർ, ആർട്ടിസ്റ്റുകൾക്ക് ആർട്ടിസ്റ്റ്, അങ്ങനെ എല്ലാം കൂടി അങ്ങനെ ഒരു ടീമിനെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണത്. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ടീമിനൊക്കെ ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് സിനിമ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഇപ്പോൾ. കാര്യം എനിക്ക് നമ്മൾക്ക് ഒരു സ്ഥലത്ത് പോകുമ്പോൾ അറിയാം എത്രമാത്രം അവർ പാഷനേറ്റ് ആണ്. അവരുടെ ഒരു വർക്ക് കാണുമ്പോൾ നമുക്ക് അറിയാം, ദേ ജസ്റ്റ് വാണ്ട് ടു മേക്ക് മണി ഓർ ജസ്റ്റ് വാണ്ട് ടു ഡു സം ബിസിനസ്. എനിക്ക് അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിനേക്കാളും സിനിമയോട് പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബിസിനസ് നടക്കും, സിനിമയും നന്നാവും. അപ്പോൾ ഈ സിനിമയിലൊക്കെ പോയിട്ട് ഉഴപ്പന്മാരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വരും. പിന്നെ കാര്യം ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ ഈ പോസ്റ്റർ ഡിസൈനിങ് മുതൽ ടുവേർഡ്സ് എൻ്റെ എല്ലാ പരിപാടികളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പോയി എന്താണ് അടുത്തത്, വാട്ട് ഇസ് ഗോയിങ് ടു കം അബൌട്ട് ആ ഫിലിം, അതിന്റെ മ്യൂസിക് എന്തായിരിക്കും, അതിന്റെ ആർട്ടിസ്റ്റുകൾ ആരൊക്കെ ആയിരിക്കും, ഭയങ്കര എന്തോ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കൊരു ടീമിന് ഇങ്ങനെ ഉണ്ടാക്കണം ഒരുപാട് ആഗ്രഹമുണ്ട് കുറേ നാളായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് 2-3 സ്ക്രിപ്റ്റ്സ് ഒക്കെ സെറ്റാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ലെക്സി ഇവിടെ വരെ പോകുന്നുള്ളത് നോക്കാം. ഈ പ്രണയകാലത്തിന് ശേഷം ഒരുപാട് പ്രണയ സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഭയങ്കര ഐക്കോണിക് ആയിട്ട്. അതിലേതെങ്കിലും ഒന്ന് കണ്ടിട്ടേ ഞാൻ അതിലുണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിച്ച സിനിമകളുണ്ടോ? ഞാൻ കുറച്ച് പേരുകൾ പറഞ്ഞാൽ, ഇപ്പൊ ഒരു കൾട്ട് സിനിമയായിട്ട് ആളുകൾ പറയുന്നതാണ് 2019 റിലീസായ മായാനദി. മായാനദി കണ്ടിട്ട് മാത്തനായെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ?
ഇല്ല. കാര്യം ഒരാൾ ചെയ്ത് കഴിഞ്ഞ കാര്യം എനിക്ക് ചെയ്യാൻ ആഗ്രഹം. ഒരു കഥ കേട്ട് എൻ്റെ അടുത്താണ് കഥ ആദ്യം പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കത് ദാറ്റ് വിൽ ബി സങ്കടമായേനെ. പക്ഷെ അത് ആ ഒരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആണ് ചെയ്യേണ്ട ക്യാരക്ടറാണ്. നന്നായി ഭംഗിയിടാൻ ചെയ്യുകയും ചെയ്തു. പിന്നെ അപ്പോൾ സോ അത് അവരുടെ ഒരു മറ്റേ അവരുടെ ഒരു നല്ല രസമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു, നല്ല പാട്ടുകളൊക്കെ ആയിട്ട്. സോ എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. ഞാൻ മിസ്സായി പോയി കഴിഞ്ഞാൽ എനിക്ക് സങ്കടം ഉണ്ടാവുള്ളൂ. കഥ കേട്ടിട്ട് മിസ്സായി പോയി. അതെ, കഥ കേട്ട് എന്നെ തീരുമാനിച്ചു, അതിനുശേഷം എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സങ്കടം ഉണ്ടാവുള്ളൂ. ഡേറ്റ്സ് ഒക്കെ എന്തെങ്കിലും അങ്ങോട്ടൊക്കെ പോയി, അല്ലെങ്കിൽ ഞാൻ എനിക്കത് കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നോ പറഞ്ഞു, വേറെ ആളത് ചെയ്ത് ഹിറ്റാക്കി, അത് അവരുടെ ഭാഗ്യം വളരെ. പക്ഷെ അങ്ങനെ ഉണ്ടായാലും എനിക്ക് ഇതുള്ളൂ. അങ്ങനെ കേട്ട് മിസ്സാക്കിയതുണ്ടോ? അങ്ങനെ കേട്ട് മിസ്സാക്കിയത് ഒരു സിനിമ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അരവിന്ദ് സ്വാമി രണ്ടാമത്തെ പടത്തിന്റെ പേര് തനിയൊരുവൻ. തനിയൊരുവനിൽ അരവിന്ദ് സ്വാമിയുടെ ആയിട്ട് എന്നെ വിളിച്ചോണ്ടിരുന്നവർ. ഒരു 4 മാസമായിട്ട് എൻ്റെ പുറകിലായിരുന്നു ആ സിനിമ ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വെങ്കറ്റ് സാർ, പ്രൊഡ്യൂസർ എല്ലാവരും. പക്ഷെ ആ സമയത്ത് ഞാനൊരു വലിയ 2 തെലുങ്ക് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ മെയിൻ ലീഡ് മാത്രം ചെയ്യുന്നുള്ളൂ, ഇല്ല ഞാൻ ഇനി ചെയ്യുന്നില്ല എന്നുള്ള സീനിൽ അടിയറച്ച് നിൽക്കുമായിരുന്നു. എൻ്റെ റൈറ്റേഴ്സ് കോഡ് റൈറ്റേഴ്സ് ആയിരുന്നു, സുബ. സോ അവര് വഴിയാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മെയിൻ പ്രൊഡ്യൂസർ വന്ന് വിളിച്ചു, എല്ലാം വിളിച്ചിട്ട് ഞാൻ ആ സിനിമ ചെയ്തില്ല. അപ്പൊ അത് കഴിഞ്ഞ്, അത് സിനിമ കഴിഞ്ഞപ്പോഴാണ് പടച്ചോണം ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു, ഇത്രയും ലേയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സിനിമ കാരണം ബാക്ക് ടു ബാക്ക് കുറെ സിനിമകൾ അരവിന്ദ് സ്വാമി ചെയ്തിരുന്നു. കുറെ കാലത്തിന് ശേഷം ഒരു കംബാക്ക് എടുത്താണ്. പക്ഷെ എനിക്കിപ്പോൾ അത് ഓർക്കുമ്പോൾ എനിക്ക് അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിയില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പുള്ളിക്കാരൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ പക്ഷെ എൻ്റെ ഒരു സ്റ്റൈലിൽ വേറെ രീതിയിലാണ് ഇത് ചെയ്തത്. അത് മാത്രം ഞാൻ മിസ് ചെയ്തിട്ട് ഞാൻ റിഗ്രറ്റ് വന്നിട്ടുള്ളൊരു. ബാക്കി കുറെ സാധനങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് ആൾക്കാർ പോയിട്ടുണ്ട്, അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. അപ്പൊ ആകെപ്പാടെ എനിക്ക് സങ്കടമുള്ളത് ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ നേരത്തെ ചോയ്സിന്റെ കാര്യം അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് സെലക്ഷന്റെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് അജ്മൽ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞ ഒരു ഇൻസിഡന്റ് ഉണ്ട്. അതായത് അജ്മൽ അമീർ ഒരു സിനിമയുടെ ഭാഗമാവുന്നു. അപ്പൊ അയാൾ പറഞ്ഞ കഥയല്ല ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളോട് നേരിട്ട് പറയുന്നു, നിങ്ങൾ ഇതല്ലല്ലോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടത്, എനിക്ക് താല്പര്യമില്ല ഇത് തുടർന്ന് ചെയ്യാന്ന് പറയുന്നു. അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. അമ്മ ഇടപെട്ടിട്ട് അജ്മൽ അമീറിനോട് അതൊന്ന് ചെയ്ത് തീർത്തു കൊടുക്കൂ എന്ന് പറയുന്നു. അത് ചെയ്ത് തീർത്തു കൊടുക്കുന്നു. ആ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല. അത്രയധികം ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു ആളായിട്ട് ആ ഘട്ടത്തിലൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിട്ട് അത്രയും ഗട്സോടുകൂടി പറഞ്ഞു വരുന്ന ആളുകളും കുറവാ. ഇപ്പോഴും ആ കാര്യമുണ്ടോ? അതായത് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, അത് ആരായാലും പറഞ്ഞിട്ട് വരാൻ ആ ഗട്സ് ഇപ്പോഴും ഉണ്ട് അജ്മൽ അമീറിന്? ഞാൻ ഒരൊറ്റ സിനിമയിൽ എനിക്ക് ആ ഒരു ഇതുണ്ടായിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ തീരുമാനിച്ചത് അങ്ങനെയുള്ള ആൾക്കാരുടെ വർക്ക് ചെയ്യണ്ട എന്ന് തന്നെയാണ്. ഞാൻ ശേഷം അങ്ങനത്തെ ആൾക്കാരുടെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ എനിക്ക് അതിനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നീട് അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോഴും അവർ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും. സോ അപ്പൊ അത് നമുക്കൊരു പാഠമായിട്ട് എടുത്തിട്ട് പിന്നീട് അതിനുശേഷം ഞാൻ തീരുമാനിച്ചത്, ഞാൻ കാരണം ഒരു അസോസിയേഷനും എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പോയി സംസാരിക്കാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനം എടുത്തിരുന്നു. പിന്നീട് ഒരുപാട് സിനിമകളിൽ എനിക്ക് പൈസ തരാതെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ ഭാഗത്ത് നിന്നിട്ട് ആ പൈസ എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ ആർക്കും എതിരെ ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. കുറെ പൈസ ഒരുപാട് പേര് എനിക്ക് തരാനുണ്ട്. ഇതൊന്നും ഞാനൊരു കംപ്ലൈൻമെന്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. ശരി, ഓക്കെ ഫൈൻ, ലെറ്റ് ദം ഡു വാട്ട് എവർ ദേ വാണ്ട് എന്നുള്ള സീനിൽ നമ്മൾ മാറി നിൽക്കുക. കുറെ ആൾക്കാർ കൃത്യമായിട്ട് എൻ്റെ പൈസ തരുകയും ചെയ്യും. അപ്പം ഞാൻ എന്ത് ഏറ്റെടുത്താലും ഒരു 150% അവരോട് കട്ടയ്ക്ക് നിൽക്കുന്ന ആളാണ്. അപ്പോൾ എന്നെപ്പറ്റി കൂടുതൽ അറിയുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്കാണ്. സോ ദേ നോസ് മീ വെൽ ദാൻ എനിവൺ. ഈ വീണ്ടും വീണ്ടും വർക്ക് ചെയ്ത ആളുകൾ വിളിക്കാനുള്ള കാരണം ഇത് തന്നെയായിരിക്കും? ആയിരിക്കണം. ഒരു 100% പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് അന്ന് തൊട്ടേ ഉണ്ട്, ഈ തുടക്കകാലം തൊട്ടേ ഉണ്ട്. പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡിനേക്കാളും എനിക്ക് സിനിമയിലുള്ള പാഷനും അത് ജയിക്കണമെന്ന് ആഗ്രഹവും ആണ് കൂടുതൽ. കാര്യം ഞാൻ ഇപ്പൊ കുറെ നിങ്ങൾ പറഞ്ഞ 1-2 സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തത് പകുതിയായപ്പോൾ എനിക്ക് മനസ്സിലായി അത് അതിന്റെ റൂട്ടിലല്ല പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതിനെപ്പറ്റി പറയാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും പുതിയ ആൾക്കാർ. അത് എന്റെ കരിയറിലെ പീക്കിൽ നിൽക്കുമ്പോഴേ ഞാൻ ആ സിനിമയെ കമ്മിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവരുടെ സങ്കടം കാണുമ്പോൾ ഒക്കെ ഫൈൻ തീർത്തു കൊടുത്തേക്കാം. പക്ഷെ അത് എന്റെ തന്നെ കരിയറിനെ നാശം ചെയ്യുന്ന രീതിയിലേക്കാണ് അതിന്റെ അവസാന ഘട്ടങ്ങളിൽ നമുക്ക് തന്നെ അത് ഒരുപാട് അങ്ങനെയും ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു തുടക്കത്തില്. സിനിമയിൽ ചെയ്യണം ആഗ്രഹിച്ച് നടക്കുമ്പോൾ സിനിമ കിട്ടൂലെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ കുറച്ച് ആൾക്കാരുടെ അത് കണ്ടൊന്ന് വർക്കൗട്ട് ആണെന്ന് തോന്നുന്ന സമയത്ത് പ്രണയകാലം വരുന്നത്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് സിനിമ കൊടുക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ള ഒരാളായിരുന്നു. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്ത സിനിമയാണ് തിരുത്തുറത്തുറു. അത് അയാൾ നന്നായി ചെയ്തു. അതേപോലെ തന്നെ ശങ്കറിന്റെ അസിസ്റ്റന്റിന് കൊടുത്തു, കറുപ്പമ്പട്ടി എന്നൊരു സിനിമ. ഞാൻ ഡബിൾ റോളൊക്കെ ചെയ്ത സിനിമയാണ്. അയാൾ നല്ല പാഷനറ്റ് ആയിട്ടുള്ള ഫിലിം മേക്കർ ആയിരുന്നു. പക്ഷെ അതിന്റെ പ്രൊഡ്യൂസർ പടം നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ
കതിർവേൽ എന്നൊരു സിനിമ ഞാൻ ചെയ്തു. ആ സിനിമ ഭയങ്കര രസമായിട്ട് അതിന്റെ ഡയറക്ടർ ചെയ്തു. പക്ഷെ ഒരു പോയിന്റിൽ അവരുടെ കയ്യിൽ പ്രൊഡ്യൂസർക്കുള്ളിൽ കുറച്ച് ഫണ്ട്സിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അത് സ്റ്റോപ്പായി പോയി. അപ്പൊ അങ്ങനെയും നടക്കുന്നുണ്ട് സൈമിൾട്ടേനിയസ്ലി. ഇതിന്റെ ഇടയിലാണ് നമുക്ക് ഒരു കിട്ടുന്നത്, ഇതിന്റെ ഇടയിലാണ് മറ്റേ സംഭവങ്ങൾ, ഹിറ്റുകൾ സംഭവിക്കുന്നത് എല്ലാം. അപ്പോൾ അതിന്റെ ഒരു നെഗറ്റീവ് പാർട്സ് നടക്കുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ഒരു പ്രോഡക്റ്റ് അത് തിയേറ്ററിലേക്ക് എത്താൻ പറ്റാണ്ടാവുമ്പോഴുള്ള വിഷമം നമുക്കറിയാം. അപ്പൊ ഞാൻ എടുത്ത ഡിസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുക, കൃത്യമായിട്ട് സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുക. കാര്യം വേറെ ഒന്നുമല്ല, അത് അവർക്കും എന്താണ് ഗുണമുള്ളൂ. നമ്മളൊരു സാധനം എടുത്തത് ബിസിനസ് ആയാൽ മാത്രമാണ് അവർക്കത് സെല് ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ വെച്ചൊരു സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ ദേ ഷുഡ് ബി ഹാപ്പി. അപ്പോൾ ബോധപൂർവ്വം ഒരു തീരുമാനമാണ് കൃത്യമായിട്ട് ബിസിനസ് ആവുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യുക, കൃത്യമായിട്ട് സിനിമകൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കരിയറിൽ സിനിമ കുറഞ്ഞതും എല്ലാം. ഈ ഞാനൊരു ഗ്യാപ്പിന് ശേഷം വന്നതിന് ശേഷം. തളർന്നിരുന്ന് കരയാറുണ്ടോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും കരയണ പരിപാടിയില്ല. അടുത്തത് അടുത്തതിലേക്ക് ചവിട്ടി കയറാന്നുള്ളത് മാത്രമേ ഉള്ളൂ.